ഒരിക്കൽ പാതി ബദിരനായ ഒരു പിഞ്ചുബാലൻ അന്ന് സ്കൂളിൽ വന്നത് ഈ ടീച്ചറുടെ ഒരു കത്തുമായിട്ടായിരുന്നു. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്, നിങ്ങളുടെ ടോമി പഠിക്കാൻ വളരെ പിന്നിലാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് പിന്നെ ഈ ടോമിയുടെ അമ്മ പറഞ്ഞു, എൻ്റെ ടോമി പഠിക്കാൻ മിടുക്കനാണ്, അവരെ ഞാൻ പഠിപ്പിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. ആ ടോമിനെ കൃത്യമായിട്ട് ആ അമ്മ പഠിപ്പിച്ചു. ആ ടോമി നിങ്ങൾ അറിയും, ഇന്ന് ലോകം അറിയപ്പെട്ട എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആ മഹാ ജീനിയസ് ആണ് അന്ന് ടോമി എന്ന് അറിയപ്പെട്ടിരുന്നത്. 3 മാസത്തെ ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇതിൽ നമുക്ക് പാഠം പഠിക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഈ മഹാന്മാർ എപ്പോഴും കാര്യങ്ങൾ ഹാർഡ് വർക്ക് അല്ല അവർ ചെയ്യുന്നത്, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ പോലത്തെ ജനങ്ങൾ തന്നെയാണ്, ആ വ്യക്തികൾ തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ ടോമിയെ ആ അമ്മ അന്ന് നെഗറ്റീവായിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് അന്ന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന 1000ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ മഹാപ്രതിഭയെ നമുക്ക് കിട്ടുമായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നടക്കം ഇലക്ട്രിസിറ്റി ബൾബിന്റെ പിതാവായ തോമസ് ആൽവ എഡിസൺ ആണ് പിന്നീട് ലോക ചരിത്രം മാറ്റിക്കുറിച്ചത്. പറഞ്ഞു വരുന്നത്, നാം ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് തോട്ട്സുകളും ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ആ നല്ല ക്വാളിറ്റിയുള്ള അമ്മയുടെ അന്നത്തെ ആ പോസിറ്റീവ് തോട്ട്സ് ആണ് പിന്നീട് 3 മാസത്തെ വിദ്യാഭ്യാസ രീതി കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച തോമസ് ആൽവ എഡിസനായി മാറിയത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകൾ ലോകത്തുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും അവരുടെ പ്രതിഭ മാറ്റിവെച്ചിട്ടില്ല. ഈ റുഡോൾഫ് ഡീസല്, അതുപോലെ തന്നെ ഈ റുഡോൾഫ് ഡീസലിനൊക്കെ വളരെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷേ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരുപാട് പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പിതാവ് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് തന്ന സ്കില്ലുകൾ അത് തേച്ചു മിനുക്കി എടുക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് കണ്ടെത്തിയ ഒരുപാട് പ്രതിഭകൾ ഇനിയും ലോകത്തുണ്ട്, ഇനിയും വരാനുണ്ട്. നമുക്ക് അവർക്കായിരിക്കട്ടെ എൻ്റെ ഈ ഒരു സന്ദേശം.